ഒത്തിരി പാരൻസിനുണ്ടാകുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കുട്ടികൾക്കുണ്ടാകുന്ന മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ആദ്യമായി തന്നെ കുട്ടികൾക്ക് നന്നായി വെള്ളം കൊടുക്കുക. ഓരോ കുട്ടിക്കും അവരുടെ വെയിറ്റ് അനുസരിച്ച് മിനിമം ഇത്ര വെള്ളം കൊടുക്കണമെന്നുണ്ട്. അതനുസരിച്ച് നന്നായി വെള്ളം കൊടുക്കുക. രണ്ടാമതായി കുട്ടികളുടെ ഡയറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഡയറ്റിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് പറയുമ്പോൾ ഓറഞ്ച്, ചെറുപഴം അതെല്ലാം കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മലബന്ധമുള്ളതായി കാണാറുണ്ട്, എങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, തൈര്, പിന്നെ ഫൈബർ അടങ്ങിയ ഫുഡുകൾ തുടങ്ങിയവയെല്ലാം കൊടുക്കാവുന്നതാണ്. ചിക്കൻ കൊടുക്കുമ്പോൾ മലബന്ധം ഉള്ളതായി കാണാറുണ്ട്, അതും ഒഴിവാക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. എല്ലാ ദിവസവും രാവിലെ ഒരു 15 മിനിറ്റ് കുട്ടികളെ ടോയ്ലറ്റിൽ ഇരുത്തുക. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ടോയ്ലറ്റ് സീറ്റ്സ് ഉപയോഗിച്ച് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. നാലാമതായി ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് വഴി കുട്ടികൾക്ക് ബവൽ മൂവ്മെൻറ്റ്സ് കൂടാൻ സഹായിക്കും. അഞ്ചാമതായി മെഡിക്കേഷൻസ്. ആവശ്യമെങ്കിൽ ഡോക്ടറെ കണ്ട് കുട്ടികൾക്ക് മരുന്നുകൾ നൽകുക. മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കോൺസ്റ്റിപ്പേഷന് വേണ്ടി മാസങ്ങളോളം മരുന്നുകൾ എടുക്കേണ്ടതായി വരും. അപ്പോൾ അവർ കറക്റ്റായി ഡോക്ടറെ കണ്ട് ഫോളോ അപ്പിലിരിക്കാൻ ശ്രദ്ധിക്കുക. ആ മരുന്നുകൾക്ക് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉള്ളതല്ല. കുട്ടികൾക്കുണ്ടാകുന്ന മലബന്ധത്തിൽ 95% പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തതാണ്. അതിന് നമ്മൾ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയുന്നത്. ബാക്കി 5% കുട്ടികളിൽ മാത്രമാണ് തൈറോയിഡിൻ്റെ പ്രശ്നം, സർജിക്കൽ കാരണങ്ങൾ തുടങ്ങിയവ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഡോക്ടറെ കാണുന്നത് വഴി കുട്ടികൾക്കുണ്ടാകുന്ന മലബന്ധം പ്രശ്നമുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് വഴി കുട്ടികൾക്കുണ്ടാകുന്ന മലബന്ധം ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. താങ്ക് യു.